അംശകത്തിൽ ഓജരാശി ലഗ്നമായിട്ട് വന്നാൽ അത് ആണിൻ്റെയും യുഗ്മരാശി ലഗ്നമായിട്ട് വന്നാൽ പെണ്ണിൻ്റെയുമാണ്. അപ്പോൾ ഇതിനകത്തെ വിഷയം ഇത്രയും കൊണ്ട് തീരുന്നില്ല. ഇപ്പോൾ ഒരു ഗ്രഹനില കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വിവാഹപ്പൊരുത്തം നോക്കുമ്പോഴും അങ്ങനെയുള്ള വിവാഹ വിഷയങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതൽ ഒരു പ്രശ്നമായി മാറുന്നത്. പെട്ടെന്നൊരു ഗ്രഹനില കിട്ടുമ്പോൾ നമ്മൾ ആ ജ്യോതിഷം നോക്കി പറയുമ്പോൾ പ്രഡിക്ഷൻ ചിലപ്പോൾ സൂക്ഷ്മമാകാതിരിക്കാനിടയുണ്ട്. അവിടെ വെച്ച് നമ്മൾ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ആൺകുട്ടിയുടെ ഗ്രഹനില ഒരു ആൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ആൺകുട്ടിയുടെ ഗ്രഹനിലയാണ് തന്നിരിക്കുന്നത്, ഇവൻ്റെ വിവാഹം എന്ന് അടക്കം, അല്ലെങ്കിൽ ജോലിയിൽ എന്നത്തേക്കൊരു ഉയർച്ച ഉണ്ടാകും, ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കണ്ട ഗ്രഹനിലയ്ക്കായിരിക്കും ഉത്തരം കൊടുക്കുന്നത്. ചിലപ്പോൾ പ്രഡിക്ഷൻ സൂക്ഷ്മമായിരിക്കും ആ ഗ്രഹനിലയ്ക്ക്. ഈ ആ ഗ്രഹനില, പ്രസ്തുത ഗ്രഹനില ആ പയ്യൻ്റേതാവണമെന്നില്ല, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആവണമെന്നില്ല. കാരണം ഗ്രഹനിലയിൽ വ്യത്യാസം വന്നിരിക്കാം. അവിടെ വെച്ച് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി, അത് സൂക്ഷ്മമാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, ആൺകുട്ടിയുടേതാണ് ഗ്രഹനിലയെങ്കിൽ അതിൻ്റെ നവാംശകം എടുത്തിട്ട് ലഗ്നം ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഓജരാശി ലഗ്നം വന്നാലേ ആൺകുട്ടി വരുന്നുള്ളൂ. ഏകദേശം ഒരു 7-8-10 മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരും. ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾക്കുള്ളിലാണ് ഒരു ആൺകുട്ടി ജനിക്കുന്ന സമയം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയം ഉണ്ടാകുന്നത്. ആ സമയത്തേക്ക് നമ്മൾ തിരുത്തണം. അല്ല, അപ്പോൾ ആൺകുട്ടി ജനിക്കാനും പെൺകുട്ടി ജനിക്കാനും പ്രത്യേക സമയമുണ്ട്. ഉണ്ട്. ഇപ്പോൾ ഇന്നൊരു രാവിലെ ഗ്രഹനില നോക്കിയിട്ട് 6:50 ജനിച്ചു എന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഏതോ ഒരു വർഷത്തെയാണ് അത് സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ 6:50 6:44 ജനിച്ചിരിക്കുന്നത്. 6:40 44 ഇടയ്ക്ക് നമ്മളതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. അത് വെച്ച് നോക്കുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ആണാണോ പെണ്ണാണോ, അല്ല ഒരു ആൺകുട്ടിയുടെ ഗ്രഹനില കണ്ടിട്ട് ഇത് ആൺകുട്ടിയുടെ തന്നെയാണോ എന്നുള്ള കൺഫേം ചെയ്യലുണ്ടല്ലോ, നമ്മളത് കൃത്യമാക്കുക. അല്ലെങ്കിൽ പെൺകുട്ടിയുടേതാണ് എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടേത് തന്നെയാണോ എന്ന് കൃത്യമാക്കുക. ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ ചിലപ്പോൾ നമ്മുടെ പ്രധാന ഗ്രഹനിലയിലെ ലഗ്നം പോലും മാറിപ്പോകാം. ഞാൻ പറയുന്ന പിടികിട്ടുന്നുണ്ട്? മനസ്സിലായി. ഈ നമ്മൾ അംശകത്തിലെ ലഗ്നമാണ് നമ്മൾ കൃത്യമാക്കേണ്ടത്. പക്ഷേ ആ കൃത്യമാക്കലിൽ ചില സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഗ്രഹനിലയിലെ എന്ന് വെച്ചാൽ അംശകത്തിലെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ ഗ്രഹനിലയിൽ തന്നെ എല്ലാം മാറ്റം വരാം. എല്ലാം അല്ല, ലഗ്നം മാറാം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.